കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രണ്ടാമത്തെ ദിവസം അർജുനൻ്റെയും ദൃഷ്ടദ്യുമ്നൻ്റെയും അതിനെക്കാട്ടിയും ഭീമൻ്റെയും പ്രകടനമാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഭീമൻ്റെ പ്രകടനം പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ കുരുക്ഷേത്രം എന്ന സീരീസിൻ്റെ ഈ ഒരു മൂന്നാമത്തെ എപ്പിസോഡിൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ദിവസം പിന്നെ എന്തെല്ലാം സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കലിംഗദേശത്തിലെ പ്രചണ്ഡമായ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ഭീമൻ നശിപ്പിച്ചതിന് ശേഷം കലിംഗദേശത്തിലെ രാജാവിനെയും അതുപോലെ തന്നെ രാജകുമാരന്മാരെയും വധിച്ചതിന് ശേഷം ഭീമസേനൻ കലിംഗദേശത്തിലുള്ള മറ്റ് സൈനികരുമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. സൈന്യത്തിൽ അപ്പോഴും ചില രാജാക്കന്മാരുണ്ട്, അതുപോലെ ഒരുപാട് രഥങ്ങളും ആനപ്പടകളും കുതിരപ്പടകളും ഒക്കെ ഉണ്ട്. അവരുമായി ഭീമൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ദൃഷ്ടദ്യുമ്നൻ ഭീമനെ സഹായിക്കാനായി അവിടെ എത്തിയത്. ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെ സാത്വികിയും എത്തിയിട്ടുണ്ട്, പാഞ്ചാല ദേശത്തെ സൈന്യവും എത്തിയിട്ടുണ്ട്. ഇവർ നോക്കിയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ഭീമനെ ചുറ്റി വാള്, കുന്തം, കോടാലി എന്ന് പറയുമ്പോൾ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന കോടാലി, 2 തലയുള്ള കോടാലിയൊക്കെ ആയിട്ട് യോദ്ധാക്കൾ ഇങ്ങനെ വളഞ്ഞു. ഭീമൻ തൻ്റെ വില്ല് രഥത്തിൽ വെച്ചതിന് ശേഷം 8 ചുറ്റ് പൊന്നു കെട്ടിയ തൻ്റെ ഇരുമ്പൻ ഗദയങ്ങെടുത്തു. എന്നിട്ട് ഭീമൻ 600 കലിംഗദേശത്തിലെ സൈനികരെ യമപുരിയിലേക്ക് അയച്ചു. 2000-ഓളം കലിംഗദേശത്തിലെ പ്രത്യേകതരമായിട്ടുള്ള പോരാളികളെ, അതായത് അതിൽ മഹാരഥന്മാരുണ്ടായിരുന്നു, അതുപോലെ വില്ലാളികളുണ്ടായിരുന്നു, ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവരുണ്ടായിരുന്നു, കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവരുണ്ടായിരുന്നു. അവർ 2000 പേരെ ഭീമൻ ഗദ കൊണ്ടടിച്ച് പരലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ഇത് ദൃഷ്ടദ്യുമ്നനും സാത്വികി നോക്കിക്കാണാണ്. അവർക്കൊരു അത്ഭുതമാണ് ഭീമൻ ഈ കാണിക്കുന്നത് കണ്ടിട്ട്. ഗദ ചുഴറ്റി യുദ്ധഭൂമിയിൽ മുഴുവനും നടന്ന ഭീമൻ എല്ലാത്തിനെയും തീർക്കുന്നു. കലിംഗദേശത്തിലെ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട് കൗരവപക്ഷത്തിലാണല്ലോ കലിംഗദേശം. അപ്പോൾ കലിംഗദേശത്തിലെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട് കൗരവപക്ഷത്തിലെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മർ തൻ്റെ സാരഥിയോട് പറഞ്ഞു, നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ. അവിടെ ചെന്നപ്പോൾ ഭീഷ്മർ തൻ്റെ പേരക്കുട്ടിയെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ഫോമിൽ കണ്ട്, ഇതൊക്കെ മനുഷ്യനാണോ അതാ വേറെ വല്ലതും ആണോ എൻ്റെ ദൈവമേ എന്നുള്ള രീതിക്ക് ഭീഷ്മർ നോയിക്കൊണ്ടിരുന്നു. അതുപോലെയായിരുന്നു ഭീമൻ്റെ അവിടുത്തെ പ്രകടനം. പിതാമഹനെ കണ്ടപ്പോൾ ആദ്യം ഭീമൻ്റെ മനസ്സിൽ സ്നേഹമൊന്നുമല്ല വന്നത്. തൻ്റെ ശത്രുപക്ഷത്തിലുള്ള സർവ്വസൈന്യാധിപനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലുറപ്പിച്ചിട്ട് ഭീമൻ തൻ്റെ രഥത്തിൽ കയറി. എന്നിട്ട് വില്ലെടുത്തു. ഭീമൻ്റെ കൂടെ മറ്റു 2 രഥങ്ങളും കൂടെ വന്നു നിന്നു. ആരൊക്കെയാണ്? ദൃഷ്ടദ്യുമ്നനും സാത്വികിയും. ഭീമനാണ് ചിന്തിക്കാനും സംസാരിക്കാനൊന്നും സമയം കൊടുത്തില്ല. ഇവർ 3 പേരൊരുമിച്ച് വില്ലുയർത്തി 3 അസ്ത്രങ്ങൾ ഭീഷ്മർക്ക് നേരെ വലിച്ചങ്ങ് വിട്ടു. അങ്ങനെ 9 അസ്ത്രങ്ങൾ ഭീഷ്മർക്ക് നേരെ എഴുതുകയാണ്. ഭീഷ്മർ ആ അസ്ത്രങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി. എന്നിട്ട് വീണ്ടും ഭീഷ്മർ അസ്ത്രങ്ങൾ ഭീമന് നേരെ തൊടുക്കുകയാണ്. ഭീമൻ തൻ്റെ വില്ലുലച്ച് കുറേ അസ്ത്രങ്ങളെ തട്ടിക്കളഞ്ഞിട്ട് ആ അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പോരാട്ടം വീണ്ടും. സാത്വികിയുടെയും ദൃഷ്ടദ്യുമ്നൻ്റെയും ചെറിയൊരു അസിസ്റ്റൻസ് ഭീമസേനൻ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവിടെ പോരാടിയത് ഭീമസേനൻ തന്നെയായിരുന്നു. ഇതിനിടയിൽ ഭീഷ്മർ വേണ്ടാത്തൊരു പരിപാടി കാണിച്ച് ഭീഷ്മർ നേരെ അമ്പെയ്ത് ഭീമസേനൻ്റെ കുതിരകളെ അങ്ങ് വധിച്ചു. സാധാരണഗതിയിൽ രഥത്തിൽ നിന്ന് പോരാടുന്ന ഒരു മഹാരഥനെ, ഒരു പോരാളിയെ മാക്സിമം ആ രഥം തകർത്ത് രഥത്തിൽ നിന്ന് നിലത്തോട്ടിറക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഭീമസേനൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ പുള്ളിക്കാരൻ ഒരു കാരണവശാലും രഥത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങാതിരിക്കാനാണ് ആളുകൾ നോക്കുന്നത്. കാരണം രഥത്തിലിരുന്ന് പോരാടുന്ന ഭീമനെക്കാട്ടിയും ഡേഞ്ചറാണ് യുദ്ധഭൂമിയിൽ ഇറങ്ങി നിന്ന് പോരാടുന്ന ഭീമൻ. കാരണം ഇയാൾ നിലത്തിറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്താൽ അവിടെ പിന്നെ ഭീമനല്ല, മരണം മനുഷ്യരൂപം എടുത്തു വന്ന് പോരാടുന്നത് പോലെ ഇരിക്കും. അന്ന് കലിംഗദേശത്തിലെ സൈനികർ അത്രയും കണ്ടത് മനുഷ്യരൂപത്തിൽ മരണം അവതരിച്ച് അവിടെ മുഴുവനും യുദ്ധഭൂമിയിൽ സർവ്വവിനാശം സൃഷ്ടിച്ച ഒന്നായിരുന്നു. അങ്ങനെ ഭീമസേനൻ്റെ കുതിരകളെ വധിച്ചപ്പോൾ ഭീമസേനൻ്റെ രഥം അവിടെ തന്നെ നിന്നു. ഭീമസേനൻ ആ രഥത്തിൽ നിന്ന് അനങ്ങാതെ നിന്നിട്ട് തൻ്റെ പിതാമഹനെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. അപ്പൂപ്പനല്ല മുന്നിൽ നിൽക്കുന്നത്. ഭീമസേൻ്റെ മനസ്സിൽ മറ്റ് പല കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭീമസേനൻ തൻ്റെ ഭീമാകാരമായ 8 ചുറ്റ് പൊന്നു കെട്ടിയ ആ ഇരുമ്പൻ ഗദയെടുത്തു. ഈ ഗദയെന്ന് പറയുമ്പോൾ 5 അടിയോളം നീളം വരുന്ന വലിയ ഗദയാണ് ഭീമനെടുത്ത് ഉപയോഗിക്കുന്നത്. ആ ഗദയെടുത്ത് ഭീമൻ രഥത്തിൽ നിന്ന് ചാടി നിലത്ത് വന്ന് നിന്നു. എന്നിട്ട് ഗദ ചുഴറ്റി തോളത്ത് വെച്ച് പതുക്കെ ഭീമൻ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് തൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക്. ഈ സമയത്ത് ഭീമൻ്റെ കണ്ണിൽ അവിടെ കാണാൻ കഴിഞ്ഞത് തൻ്റെ അപ്പൂപ്പനെ അല്ല, അന്ന് തൻ്റെ പ്രിയപത്നി ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത്
അന്ന് ഭീഷ്മർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഭീഷ്മർ തൻ്റെ കൈ ഉയർത്തിയിരുന്നെങ്കിൽ ഈ ദുര്യോധനനെയും കൗരവരെയും എല്ലാം ഭീഷ്മർക്ക് നിയന്ത്രിക്കാമായിരുന്നു. എന്തിന്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന് ദുശാസനൻ്റെ ചെപ്പക്കുട്ടിക്ക് ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പരിപാടി നിർത്താൻ രാജാവിനെ കട്ടിയും, വസ്ത്രാക്ഷേപം ചെയ്യുന്നത് നിർത്താനായിട്ട് രാജാവിനെ കട്ടിയും ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു ഭീഷ്മർ. ധർമ്മവും കെട്ടിപ്പിടിച്ച് ഭീഷ്മർ അത് ചെയ്യാതിരുന്നു. ആ ഒരു ഇത് മാത്രമാണ് ഭീമൻ്റെ മനസ്സിലുള്ളത്. തൻ്റെ ഭാര്യയുടെ അപമാനത്തിന് ഒരു രീതിക്ക് കാരണമായ ആൾ. അതുകൊണ്ട് തന്നെ ഭീമൻ്റെ മനസ്സിൽ തൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തുള്ള ഒരു സെൻറ്റിമെൻസും ഇല്ല. ഭീമൻ നടന്നു വരുമ്പോൾ ഭീഷ്മർക്കത് മനസ്സിലാവുകയും ചെയ്തായിരുന്നു. കാരണം ഭീമൻ്റെ മുഖത്തത് കാണാൻ കഴിയുന്നുണ്ട്. ഭീമൻ ഇങ്ങനെ ഭീഷ്മരുടെ രഥത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഗദയുമായി നടന്ന് നീങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാത്യകിക്ക് ഭീമനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഭീമനെ സന്തോഷിപ്പിക്കാനായിട്ട് സാത്യകി അസ്ത്രമെയ്ത് ഭീഷ്മരുടെ സാരഥിയെ അങ്ങ് വധിച്ചു കളഞ്ഞു. ഇപ്പോൾ ഭീഷ്മരുടെ സാരഥി വധിച്ചു. ഇപ്പോൾ രഥം തെളിക്കാൻ ആരുമില്ല. ഭീമൻ തൻ്റെ ഗദ എടുത്തപ്പോഴത്തേക്ക് ഈ കുതിരകളങ്ങ് പേടിച്ചു പോയി. പിന്നെ അത് മാത്രമല്ല, കുതിരകൾക്ക് അത്യാവശ്യം വിവരമുള്ള കുതിരകൾ വരുന്നു. കാരണം കുറേ കാലം ഭീഷ്മരോട് നിന്ന് പോരാടിയ കുതിരകളായതുകൊണ്ട് പെട്ടെന്ന് ഭീഷ്മരുടെ രഥത്തെ ഈ കുതിരകൾ വലിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. ഭീഷ്മരെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ കുതിരകൾ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഭീഷ്മർ ആ സമയത്ത് ഒന്നും ചെയ്യാതെ ഭീഷ്മർ അവിടെ നിന്നങ്ങ് പോയി. കാരണം ഭീഷ്മർക്ക് സാരഥി ഇല്ലായിരുന്നല്ലോ. ഭീഷ്മർ അവിടെ നിന്ന് അങ്ങോട്ട് പോയതിന് ശേഷം ഭീമൻ കണ്ണുകൾ ചുവന്ന ദേഷ്യത്തോടുകൂടി ഗദ ചുഴറ്റി കലിംഗദേശത്തിലെ മറ്റുള്ള സൈനികരെ നോക്കിയിട്ട് ഭീമൻ നിലത്തൊരടിയങ്ങടിച്ചു. എന്നിട്ട് ഗദയുമായിട്ട് ഭീമൻ കലിംഗദേശത്തിലെ ബാക്കിയുള്ള സൈനികരുടെ ഇടയിലേക്ക് ഇരച്ചങ്ങ് കയറി. ഭീമൻ്റെ കൂടെ ഈ പറയുന്ന ദൃഷ്ടദ്യുമ്നനും സാത്യകിയും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ബാക്കിയുള്ള കലിംഗദേശത്തിലെ സൈനികരെ പരലോകത്തേക്ക് അയച്ചത് ഭീമൻ തന്നെയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ കാണാം ഗദ വീശിയ ഗദയടിക്കുന്ന ശബ്ദം. അവിടെ നിന്ന് തെറിച്ചു പോകുന്ന സൈനികർ ഗദ ചുഴറ്റി ഭീമൻ ഭൂമിയിലേക്കൊരു അടിയടിക്കും. അവിടെ ഷോക്ക് വേവ് ഉണ്ടായി അത് തെറിച്ച് കുറേ പേര് പോകുന്നു. അങ്ങനെ ഗദ കൊണ്ട് അന്ന് ഭീമൻ അവശേഷിക്കുന്ന കലിംഗദേശത്തെ സർവ്വ സൈന്യത്തിനെയും പരലോകത്തേക്ക് അയച്ചു. ചുരുക്കി പറയുകയാണെങ്കിൽ 2-ാം ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള പ്രകടനത്തിൽ ഭീമൻ കലിംഗമെന്ന് പറയുന്ന ഒരു ദേശത്തിലെ വലിയൊരു സൈന്യത്തിനെ അങ്ങ് നശിപ്പിച്ചു. അങ്ങനെ പൊടിപടലങ്ങൾ അവിടെ ശാന്തമായി ഇങ്ങനെ സെറ്റിൽ ചെയ്തു. ആ ആകാശത്തിലെ ആ ഒരു ഈ കാർമേഘം മൂടിയ ചുവന്ന വെളിച്ചത്തിൽ എല്ലാവർക്കും ഭീമൻ ആ ഗദയുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഭീമൻ ഇങ്ങനെ ഏങ്ങി നിൽക്കുകയാണ്. അത് സാധാ മനുഷ്യൻ ഏങ്ങുന്ന പോലെ ഏങ്ങലല്ല. അവിടെ ഇങ്ങനെ ഒരു മുരൾച്ചയും കേൾക്കുന്നുണ്ട് ആ പോർവെറിയുടെ. ആ മുരൾച്ചയിൽ ഭീമൻ നേരെ ദൃഷ്ടദ്യുമ്നന് നേരെ തിരിഞ്ഞു. കാരണം ഭീമന് രഥമില്ലല്ലോ. ഭീമൻ ഇങ്ങനെ നടന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗദ നിലത്തിങ്ങനെ ഇട്ട് ഇഴച്ചുകൊണ്ടാണ് ഭീമൻ വന്നത്. കാരണം ഇത്രയും നേരം നിന്ന് പോരാടി ക്ഷീണിക്കൂലേ. ഈ ഒരു ഗദ നിലത്തിങ്ങനെ ഉരഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോൾ ആ നിലത്തിലിങ്ങനെ കനലുകൾ ചില സ്ഥലത്തുണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം ഭീമന ഗദയും ഇങ്ങനെ ഞെക്കിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു വനവാസമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പാണ്ഡവർ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഭീമൻ്റെ മസിലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭീമൻ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങിയിട്ടാണ് പാണ്ഡവരെല്ലാവരും തന്നെ പോരാടിയത്. അപ്പോൾ ഇയാൾ ഫുൾ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന സമയത്ത് ഭീമൻ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഭീമൻ ഇങ്ങനെ വന്നിട്ട് ഗദയെടുത്ത് ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൽ വെച്ചിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിലേക്ക് ഭീമൻ കയറിയിട്ട് ചെന്ന് ദൃഷ്ടദ്യുമ്നനെ ഭീമൻ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഈ പോരാട്ടത്തിൻ്റെ ഈ ഒരു എഫക്റ്റ് ആയിരിക്കണം. ദൃഷ്ടദ്യുമ്നൻ സ്നേഹത്തോടു കൂടി അഭിമാനത്തോടു കൂടി തൻ്റെ അളിയനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൃഷ്ടദ്യുമ്നന് 5 അളിയന്മാരുണ്ട് ദ്രൗപദി വഴി. ആ 5 അളിയന്മാരിൽ ദൃഷ്ടദ്യുമ്നന് ഏറ്റവും ഇഷ്ടം അർജുനനെയല്ല ഭീമനെയായിരുന്നു. അങ്ങനെ ഭീമനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് നിറകണ്ണുകളോടുകൂടി അഭിമാനത്തോടുകൂടി ദൃഷ്ടദ്യുമ്നൻ സ്നേഹത്തോടെ ഭീമനെ ഇങ്ങനെ നോക്കിയാണ്. കാരണം ദൃഷ്ടദ്യുമ്നൊരാവശ്യം വന്നപ്പോൾ അവിടെ ഓടിയെത്തിയത് ഭീമനാണ് രക്ഷിക്കാനായിട്ട്. അത് ഭീമന് തൻ്റെ സഹോദരനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, സൈന്യത്തിനെ രക്ഷിക്കുകയാണ് ഭീമൻ ചെയ്തത്. അതുകൊണ്ടാണ് ഭീമൻ രക്ഷിക്കുന്ന പാണ്ഡവ സൈന്യം എന്ന് പറഞ്ഞത്. സാത്യകി പെട്ടെന്ന് തൻ്റെ രഥത്തിൽ നിന്നിറങ്ങി ഇവിടെ ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൽ അവിടെ വന്നിട്ട് ഭീമനെ നോക്കി ഇങ്ങനെ നിന്നു. സാത്യകിക്ക് നേരെ ഭീമൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. ഭീമൻ്റെ മുഖത്തൊരു ചെറിയ ചിരി വന്നു. കാരണം സാത്യകിയുടെ പ്രകടനം ഭീമൻ ഇഷ്ടപ്പെട്ടു. നീ കൊള്ളാടാ ചെറുക്ക, ചുമ്മാ അല്ല കൃഷ്ണനെ നീ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായത്. നീ എൻ്റെ അനിയൻ്റെ ശിഷ്യൻ തന്നെ, അർജുനൻ്റെ ശിഷ്യനാണല്ലോ. അതിങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി സാത്യകിയുടെ മുഖത്തിങ്ങനെ ഭീമൻ നോക്കി. പക്ഷെ സാത്യകിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, മഹാനായ ഭൃഗോദര, ഇന്ന് നമ്മുടെ പക്ഷത്തിന് ഭാഗ്യം ചേർന്നൊരു ദിവസമാണ്. ആ ഭാഗ്യം നമുക്ക് വേണ്ടി ചെയ്തത് ഭീമസേന അങ്ങ് തന്നെയാണ്.
കാരണം കലിംഗദേശത്തിലെ സൈന്യം അത്രത്തോളം വലിയൊരു സൈന്യമാണ്. കലിംഗ രാജ്യത്തിൻ്റെ സൈന്യമെന്ന് പറയുമ്പോൾ സാധാരണ ആർക്കും നേരിടാൻ പറ്റുന്നൊരു സൈന്യമല്ല. കാരണം ആയിരക്കണക്കിന് കുതിരകളും ഗജസൈന്യങ്ങളും കാലാൾ പടയാളികളും രഥങ്ങളുമൊക്കെയുള്ളൊരു സൈന്യമാണ്. അവരുടെ യുദ്ധവ്യൂഹങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത്രയും ഭയാനകമായിട്ടുള്ള ഒന്നാണ്. അവരുടെ രാജാവെന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു വീരനായിട്ടുള്ള യോദ്ധാവാണ്. ആ സൈന്യത്തെ മുഴുവനുമാണ് അങ്ങയുടെ ഈ ബാഹുബലം കൊണ്ട് മുച്ചൂട് മുട്ടിച്ചു തന്നിരിക്കുന്നത്. അതും പകുതി ദിവസം കൊണ്ട്. അങ്ങ് ശ്രേഷ്ഠനാണ്, അങ്ങ് മഹാനാണ് എന്ന് പറഞ്ഞ് ചാടി ഭീമനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഒന്ന് പേടിച്ച് ആ കോലത്തിൽ നിൽക്കുന്ന ഭീമനെ ചാടി കയറി കെട്ടിപ്പിടിക്കാനായിട്ട്. ഭീമൻ ഒരു കൈയെടുത്ത് സാത്വികയുടെ തോളത്തിങ്ങനെ തട്ടി. ഭീമൻ്റെ മുഖത്തൊരു വികാരങ്ങളും ഇല്ല. കാരണം ഇത്രയും സംഭവങ്ങൾ ചേർന്നിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഭീമന് കാണുമല്ലോ. ഭീമനിങ്ങനെ തോളത്ത് തട്ടിയിട്ട് സാത്വികയുടെ മുന്നിൽ ഇങ്ങനെ ഒന്ന് തലയാട്ടി. ഭീമനെ കെട്ടിപ്പിടിച്ച് ഭീമൻ്റെ ഈ ഒരു പോരാട്ടം കണ്ട ആത്മവീര്യത്തിൽ സാത്വികി പെട്ടെന്ന് തൻ്റെ രഥത്തിൽ കയറി വരൂ യോദ്ധാക്കളെ എന്നും പറഞ്ഞ് തൻ്റെ പടയേയും കൂട്ടി പോയി ഒരു സെക്ഷനിലെ കൗരവ സൈന്യത്തിൻ്റെ മുച്ചൂട് മുടിക്കാൻ തുടങ്ങി. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൽ ഭീമൻ കയറി ആ രഥം മുന്നോട്ട് പോയപ്പോഴത്തേക്കും വിശോകൻ ഉടനെ തന്നെ മറ്റൊരു ലക്ഷണമൊത്ത രഥവുമായിട്ട് ഭീമസേനൻ്റെ അടുത്തേക്ക് വന്നു. ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൽ നിന്ന് ഭീമസേനൻ ചാടി തൻ്റെ രഥത്തിലേക്ക് കയറി. ആ രഥത്തിൽ ഭീമസേനൻ കൗരവപക്ഷത്തിലെ മറ്റൊരു സൈന്യത്തിലേക്ക് ഇരച്ചു കയറി. അന്നത്തെ ദിവസം ഭീമസേനൻ പോയ വഴി നമുക്ക് ആകാശമാർഗ്ഗം നോക്കുകയാണെങ്കിൽ ഒരു വെള്ള ചാർട്ട് പേപ്പറിൽ നമ്മൾ ചുമന്ന മാർക്കർ കൊണ്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഭീമൻ അങ്ങനെ അടുത്ത സൈന്യത്തിലേക്ക് കയറി. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ ഈ ഒരു രഥത്തിൽ കൗരവപക്ഷത്തിലെ മറ്റൊരു സൈന്യത്തിലേക്ക് ഇരച്ചു കയറി. ഇത് ഉച്ചവരെയുള്ള സമയമാണ് കേട്ടോ. ഉച്ചവരെയുള്ള സമയത്തിനുള്ളിൽ ഇത്രത്തോളം നാശനഷ്ടമുണ്ടായ കാര്യം കൗരവപക്ഷത്തിൽ അറിഞ്ഞു. അന്ന് ഭീമൻ ഒറ്റ ഒരാൾ കാരണം ഒരുപാട് കുതിരപ്പടയാളികളും കാലാൽ പടയാളികളും ഗജസൈന്യങ്ങളും അതുപോലെ തന്നെ രഥങ്ങളുമെല്ലാം തകർന്ന വിവരം കൗരവരെല്ലാവരും അറിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടുതൽ പോരാട്ടത്തിൽ ശക്തരാകാൻ തുടങ്ങി കൗരവ സൈന്യം. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ തൻ്റെ രഥവുമായി നേരെ അശ്വത്ഥാമാവ്, ശല്യർ, കൃപാചാര്യർ ഇവരുമായിട്ട് പോരാടി തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ശല്യരും അശ്വത്ഥാമാവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിടുന്നു, പരസ്പരം അസ്ത്രങ്ങൾ എഴുതി കയറ്റുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം. ഈ സമയത്ത് തൻ്റെ അമ്മാവനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ അവിടെ നിന്നുകൊണ്ട് ഈ 3 മഹാരഥന്മാരെയും നേരിട്ട് കൊണ്ടിരിക്കുന്നത് കണ്ടുടനെ അവിടെ അഭിമന്യു എത്തി. അങ്ങനെ അഭിമന്യു എത്തിയിട്ട് അഭിമന്യു, അശ്വത്ഥാമാവ്, ഈ ഒരു കൃപാചാര്യർ അതുപോലെ ശല്യരുമായിട്ട് പോരാടി തുടങ്ങി. അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യു മുറിച്ചിടുന്നുണ്ട്. അഭിമന്യുവിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടിയുള്ളൊരു പോരാട്ടമായിരുന്നു. അഭിമന്യു അസ്ത്രങ്ങൾ വലിച്ചു വിടുന്നു. ഇതെല്ലാം ഈ ഒരു അശ്വത്ഥാമാവിൻ്റെ മറ്റുള്ളവരുടെയും ദേഹത്തേക്ക് കയറുന്നു. അപ്പോൾ അശ്വത്ഥാമാവിന് ദേഷ്യം വന്നിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യുവിനെ മൂടുന്നു. ഈ ഒരു ശല്യരും കൃപാചാര്യരും അതുപോലെ തന്നെ അസ്ത്രങ്ങൾ അഭിമന്യുവിന് നേരെ ചെയ്യുന്നു. ചില അസ്ത്രങ്ങളെല്ലാം അഭിമന്യുവിൻ്റെ ദേഹത്ത് കൊണ്ടെങ്കിലും ഒട്ടും അഭിമന്യു ക്ഷമിക്കുന്നില്ല. തൻ്റെ വില്ലിനെ നല്ലതുപോലെ ഇട്ട് ഉലച്ച് പല ദിശയിലേക്കും അഭിമന്യു അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഒരേ സമയം മഹാരഥന്മാരുമായി പോരാടുന്നു. ചുറ്റിനുമുള്ള മറ്റ് യോദ്ധാക്കളെയും അഭിമന്യു എയ്തു വീഴ്ത്തുന്നു. ഈ സമയത്ത് ഒരസ്ത്രം അഭിമന്യുവിൻ്റെ കണ്ണിന് മുന്നിൽ കൂടെ അങ്ങ് പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ദുര്യോധനൻ്റെ മൂത്ത മകനും മഹാരഥനുമായ ലക്ഷ്മണകുമാരനായിരുന്നു അത്. അപ്പോൾ ഇനി പിള്ളേർ കളിക്കട്ടെ, നമുക്ക് മുതിർന്ന ആളുകൾക്കെല്ലാം അങ്ങോട്ട് ഗാലറിയിലിരുന്ന് കളി കാണാം എന്നുള്ള രീതിക്കായി. അങ്ങനെ സുഭദ്രയുടെയും അർജുനൻ്റെയും പുത്രനായ അഭിമന്യു ദുര്യോധനൻ്റെയും ഭാനുമതിയുടെയും പുത്രനായിട്ടുള്ള ലക്ഷ്മണകുമാരനുമായി ഏറ്റുമുട്ടി. മഹാരഥന്മാർ തമ്മിലുള്ള പോരാട്ടം. അങ്ങനെ ഇരുവരും തങ്ങളുടെ അസ്ത്രപ്രയോഗങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അഭിമന്യുവിൻ്റെ ദേഹത്തേക്ക് ലക്ഷ്മണകുമാരൻ 4 അസ്ത്രങ്ങൾ എഴുതി കയറ്റി. അതുപോലെ തന്നെ തിരിച്ച് അഭിമന്യു ലക്ഷ്മണകുമാരനെ അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു. അങ്ങനെ അസ്ത്രങ്ങൾ പ്രയോഗം. ഈ സമയത്ത് കൗരവപക്ഷത്തിന് മോട്ടിവേഷൻ കൂട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. ലക്ഷ്മണകുമാരൻ അതിവിദഗ്ധമായി അസ്ത്രങ്ങൾ എഴുതി അഭിമന്യുവിൻ്റെ വില്ല് മുറിച്ചു. അഭിമന്യുവിൻ്റെ മുഖത്ത് ഒരു വികാരമാറ്റം വന്നില്ല. ഈഗോ ബൂസ്റ്റ് ഉണ്ടായില്ല, വിഷമം ഉണ്ടായില്ല. അത് വലിച്ചേതോ ഒരുത്തൻ്റെ മണ്ടയിൽ എറിഞ്ഞു കൊടുത്തിട്ട് അടുത്ത ശക്തമായിട്ടും ഭംഗിയുള്ളൊരു വില്ലെടുത്ത് അഭിമന്യുവും ലക്ഷ്മണകുമാരനും തമ്മിൽ പോരാട്ടം. ചില സമയങ്ങളിൽ അഭിമന്യു ശരിക്കും ആരാണെന്നുള്ള കാര്യം ലക്ഷ്മണകുമാരന് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇതൊരു ഭയാനകമായിട്ടുള്ള പോരാട്ടമായി അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദുര്യോധനൻ തൻ്റെ മകൻ അഭിമന്യുവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവത്തില്ല എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ദുര്യോധനൻ തൻ്റെ രഥത്തിൽ അവിടെ പാഞ്ഞെത്തി. അങ്ങനെ ദുര്യോധനൻ തൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ്റെ കൂടെ ചേർന്ന് അഭിമന്യുവുമായിട്ട് പോരാടി. അഭിമന്യു ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവിടെ ഇവരുമായിട്ട് പോരാടി. അപ്പോൾ അഭിമന്യു ആരാണെന്നുള്ള കാര്യം പാണ്ഡവപക്ഷത്തിലെ മറ്റ് രാജാക്കന്മാർക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ചില്ലറക്കാരനല്ലല്ലോ, വെറും ഒരു സാധാരണ മഹാരഥനല്ലല്ലോ. മഹാരഥനായ അർജുനൻ്റെ മകനാണ്. സാക്ഷാൽ വാസുദേവൻ ശ്രീകൃഷ്ണൻ്റെയും
മഹാബലവാനായിട്ടുള്ള ബലഭദ്രൻ്റെയും അനന്തരവനാണ്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് പാണ്ഡവ പക്ഷത്തിലെ രാജാക്കന്മാരെല്ലാവരും വന്ന് അഭിമന്യുവിനെ സറൗണ്ട് ചെയ്ത് നിന്നു, ആവശ്യം വരും പ്രൊസസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അഭിമന്യു തന്നെ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. ദുര്യോധനനും ലക്ഷ്മണകുമാരനും അതിവിദഗ്ധമായി അവരുമായി പോരാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് തൻ്റെ പുത്രൻ അവിടെ കൂട്ടമായിട്ടുള്ളൊരു ആക്രമണം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ധനഞ്ജയൻ, അർജുനൻ പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, നമ്മുടെ പയ്യൻ്റെ അടുത്തേക്ക് രഥം വിടാൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പെട്ടെന്ന് രഥം അങ്ങോട്ടേക്ക് തെളിച്ചു. ഈ സമയത്ത് വൃത്തികെട്ട പരിപാടി എന്ന് പറയണമല്ലോ, ദ്രോണാചാര്യരും ഭീഷ്മരും അവിടെ വലിയൊരു സൈന്യമായിട്ടെത്തി. അർജുനൻ അങ്ങോട്ട് ദേഷ്യം വന്നു. കാരണം സ്വന്തം മോൻ്റെ അടുത്തേക്ക് പോകാൻ പോയപ്പോഴത്തേക്കും ഈ 2 പേര് അങ്ങനെ അർജുനൻ പെട്ടെന്ന് ശസ്ത്രമുയർത്തി, ആയുധമുയർത്തി ഇവരെ നേരിടാൻ തയ്യാറായപ്പോഴത്തേക്കും ഇവരുടെ നേതൃത്വത്തിൽ ഒരുപാട് സൈന്യം അർജുനനെ അങ്ങ് വളഞ്ഞു. അവരുടെ ബാഡ് ടൈം. അർജുനൻ അങ്ങോട്ട് അസ്ത്രപ്രയോഗം തുടങ്ങി. അർജുനൻ്റെ ഗാണ്ഡീപത്തിൽ നിന്ന് പാഞ്ഞു വരുന്ന അസ്ത്രങ്ങൾ കണ്ടിട്ട് അവിടെ അതിനനുസരിച്ച് കൗരവപക്ഷത്തിലുള്ള സൈനികർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ആനകൾ ഭൂമിയിലൂടെ ചവിട്ടി മതിച്ച് നടന്നു പോകുമ്പോഴും കുതിരകൾ യുദ്ധഭൂമിയിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോഴും ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ കൂടുന്നതല്ലാതെ അർജുനൻ്റെ അസ്ത്രപ്രയോഗത്തിലും കൂടെ കുറേ പൊടിപടലങ്ങൾ ഒരു സ്മോക്ക് സ്ക്രീൻ പോലെ അങ്ങ് പൊതിഞ്ഞു. കൗരവർ നോക്കി നിൽക്കവേ പെട്ടെന്ന് ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഒരുമിച്ചെയ്തതുപോലെ അവർക്ക് നേരെ വരെയാണ്. ആ അസ്ത്രങ്ങൾ വരുന്ന ഫോഴ്സിൽ ഈ പൊടിപടലങ്ങൾ തെറിച്ചു പോയതും ഈ അസ്ത്രങ്ങൾ കൗരവപക്ഷത്തിലെ സൈനികരെ വീഴ്ത്തിയതും അർജുനൻ അവിടെ നിന്നുകൊണ്ട് തൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാൻ വലിച്ചു വിടുന്നതും ഒരുമിച്ചായിരുന്നു അവർ കണ്ടത്. അങ്ങനെ പ്രചണ്ഡമായിട്ടുള്ളൊരു യുദ്ധം. അർജുനന് നേരെ അസ്ത്രങ്ങൾ എറിയുന്നുണ്ടെങ്കിൽ പോലും ആ അസ്ത്രങ്ങളെ എല്ലാം ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ അർജുനൻ അമ്പെയ്ത് നശിപ്പിച്ചുകൊണ്ടിരുന്നു. അർജുനനും കൃഷ്ണനും കൗരവപക്ഷത്തിന് നേരെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉറച്ചു നിന്നിട്ട് അങ്ങ് തുടങ്ങി. അർജുനൻ ഒരസ്ത്രം എയ്യുമ്പോൾ അവിടെ നിന്ന് 1000 അസ്ത്രങ്ങൾ പോകുന്ന രീതിക്ക് കൈവേഗത്തിൽ അർജുനൻ അസ്ത്രങ്ങൾ എയ്യുന്നു. അർജുനൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭൂമിയും ആകാശവും നിറയുകയാണ്. കൗരവപക്ഷം നോക്കിക്കാണുമ്പോൾ പ്രചണ്ഡമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നു. അർജുനൻ്റെ ഗാണ്ഡീവത്തിൽ നിന്നിങ്ങനെ അസ്ത്രങ്ങൾ തെറിച്ച് ആകാശം മുഴുവനും ഇങ്ങനെ കറുത്തമയമാകുന്നു. അത്രത്തോളം അസ്ത്രങ്ങൾ അതൊരു മഴ പോലെ വന്ന് അവരുടെ ദേഹത്ത് പതിക്കുന്നു. അങ്ങനെ അർജുനൻ്റെ അസ്ത്രപ്രഹരം കൊള്ളുന്ന അത്ര ഡിസ്റ്റൻസിലുള്ള ആളുകൾ ആരും തന്നെ ജീവനോടെ അവിടെ നിന്ന് പോയില്ല. അങ്ങനെ കുറേ പേർ ആയുധങ്ങളെടുത്ത് അർജുനന് നേരെ ആയുധങ്ങൾ ഓങ്ങാൻ തുടങ്ങിയപ്പോൾ ആയുധങ്ങൾ പിടിച്ചേക്കുന്ന കൈയോടുകൂടി അർജുനൻ അവരെ എയ്തിട്ടു. അങ്ങനെ അവിടെ മുഴുവനും ഒരു വല്ലാത്തൊരു ആംബിയൻസായി. ഇന്നേ വരെ അർജുനനെ ഇവിടെയുള്ള ആളുകൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഇതിനിടയിൽ അർജുനൻ പോർവെറിയിൽ ഗർജിച്ചുകൊണ്ട് തുരുതുര അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരുന്നു. ദിവ്യാസ്ത്രങ്ങളൊന്നും പ്രയോഗിക്കാതെ സാധാരണ അസ്ത്രങ്ങൾ കൊണ്ട് കൗരവപക്ഷത്തിലെ സൈനികരെ അർജുനൻ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗരവപക്ഷത്തിലുള്ള പല രാജാക്കന്മാരും അവരുടെ ശക്തമായ വില്ലുകളും രഥങ്ങളുമായൊക്കെ വന്നപ്പോൾ ആ രഥങ്ങളെയും നശിപ്പിക്കുന്ന രീതിക്ക് അർജുനൻ അസ്ത്രങ്ങൾ എയ്യുന്നു. അർജുനൻ ഗാന്ഡീവം വലിക്കുന്നു. ആ അസ്ത്രത്തിൽ നിന്നൊരു അസ്ത്രം വന്ന് നേരെ ഒരു രഥത്തിൽ പതിക്കുമ്പോൾ കറക്റ്റ് ആ രഥത്തിൻ്റെ മർമ്മഭാഗത്ത് കൊണ്ട് ആ രഥം തവിടുപൊടിയാവുന്നു. അവിടെ നിന്ന് അർജുനന് നേരെ അസ്ത്രങ്ങൾ എയ്യുന്ന ആളുകളെ അർജുനൻ അമ്പെയ്ത് വീഴ്ത്തുന്നു. അർജുനൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഈ അസ്ത്രങ്ങൾ മറ്റസ്ത്രങ്ങളെല്ലാം കീറി മുറിച്ച ശത്രുക്കളെ പോയി വീഴ്ത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭീഷ്മരും ദ്രോണരും അവിടെ നിന്ന് നോക്കിക്കാണുകയാണ്. ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അർജുനൻ അസ്ത്രങ്ങളിങ്ങനെ തക്ക എറിഞ്ഞു എയ്ത് കയറ്റുകയാണ്. പാണ്ഡവ സൈന്യത്തിന് നേരെ കൗരവ സൈന്യം ഇങ്ങനെ എരച്ചുകൊണ്ട് വരുമ്പോൾ ആകാശമാർഗം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അസ്ത്രങ്ങൾ ഇങ്ങനെ വന്ന് വീഴുന്ന സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ പിറക്കോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ഡിസ്റ്റൻസിന് ഇപ്പുറം വരാൻ പറ്റുന്നില്ല. ആ ദിശയിലേക്കെല്ലാം അർജുനൻ, എന്തുകൊണ്ടാണ് അർജുനൻ വിശ്വപ്രശസ്തനായ ധനുർധാരി ആയതെന്ന് അർജുനൻ എന്നവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തുരുതുര അസ്ത്രങ്ങൾ ഇത് തൻ്റെ മുന്നിൽ വരുന്ന ആളുകളെല്ലാം അർജുനൻ അമ്പെയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ അണിനിരന്ന സൈന്യത്തിൻ്റെ നല്ലൊരു ഭാഗം അർജുനൻ തൻ്റെ ഗാണ്ഡീവം കൊണ്ടും ശരവർഷം കൊണ്ടും അവിടെ നശിപ്പിച്ചു. അങ്ങനെ കൗരവ സൈന്യത്തിൽ അർജുനന് നേരെ വന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം സൈനികർ വീണപ്പോൾ കൃഷ്ണൻ ചിരിച്ചു. തലേ ദിവസം കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അർജുനൻ്റെ മസ്തകത്തിൽ ഇപ്പോൾ ഉറച്ചിട്ടുണ്ടെന്ന് കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖെടുത്തു. കൃഷ്ണൻ പാഞ്ചജന്യം ശംഖെടുക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ ദേവദത്തം എന്ന ശംഖെടുത്തു. കൃഷ്ണൻ ഇങ്ങോട്ടേക്ക് ശംഖൂതി, അർജുനൻ അങ്ങോട്ടേക്ക് ശംഖൂതി. വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർജുനൻ ശംഖൂതി. ഈ 2 ശംഖുകളുടെയും ആ മുഴക്കം കൗരവ സൈനികരുടെ മനസ്സിൽ ഭീതി ജനിപ്പിച്ചു. ഈ ശംഖുകൾ തിരിച്ചു വെച്ചിട്ട് അർജുനൻ വീണ്ടും ഒരു ശരവർഷം കൂടെ നടത്തി. ഇത് കണ്ടിട്ട് ഭീഷ്മർ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ദ്രോണരോട് പറഞ്ഞു, ദ്രോണരെ, ഇന്ന് അർജുനനും കൃഷ്ണനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു തേജസ് കണ്ടോ? പിന്നെ അത് മാത്രമല്ല, ഇന്ന് അർജുനൻ അമ്പെയ്യുന്നത് പോലെ അവന് മാത്രമേ അമ്പെയ്യാൻ കഴിയുള്ളൂ. ഇന്ന് അവൻ്റെ ആ ഒരു പ്രകടനമെന്ന് പറയുന്നത് കാലാന്തകന് സമാനമായിട്ടുള്ള പ്രകടനമാണ്.
ഇന്ന് നമ്മുടെ സൈന്യത്തിനെ അങ്ങോട്ട് വിട്ടാലും ശരിയാവത്തില്ല, നമ്മൾ അവനുമായിട്ട് പോരാടിയാലും ശരിയാവത്തില്ല. കാരണം സമയം നോക്കിയേ, സൂര്യൻ അസ്തമിക്കാൻ സമയമായി. ഇനി അവന് മുന്നിലേക്ക് നമ്മുടെ സൈന്യത്തിനെയോ നമ്മുടെ പടക്കോപ്പുകളെയോ അഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സൈന്യത്തിനെ നമുക്ക് തിരിച്ചു വിളിക്കാം അല്ലേ? ദ്രോണരെ തിരിച്ച് ചിരിച്ചിട്ട് അങ്ങനെയാവാം മിത്രമേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭീഷ്മരുടെ ആ ഒരു ചിരി ദ്രോണർ ശരിക്കും നല്ലൊരു ഗുരു തന്നെയാണ് എന്നുള്ള രീതിക്കുള്ള ചിരിയായിരുന്നു. എന്നിട്ട് ഭീഷ്മർ തൻ്റെ കൗരവപ്പടയെ തിരിച്ചു വരാനായിട്ട് വിളിച്ചു, റിട്രീറ്റ് ചെയ്യാനായിട്ട് വിളിച്ചു. സൂര്യാസ്തമയമായപ്പോൾ ഇരുവശങ്ങളും അവരുടെ ശിഖരങ്ങളിലേക്ക് പോയി. യുദ്ധത്തിൻ്റെ 1-ാം ദിവസം ഭീഷ്മരുടെ പ്രകടനം കൊണ്ട് പാണ്ഡവ സൈന്യത്തിനെ പാണ്ഡവർക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. അന്നത്തെ ദിവസം ഭീമനും നിരാശയുണ്ടായിരുന്നു, അർജുനൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ ദിവസം അതേ ഭീമാർജുനന്മാർ കാരണം മഹാമയനായ ഭീഷ്മർക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനെ പിറക്കോട്ട് വിളിക്കേണ്ടി വന്നു. എന്താ അല്ലേ, യുദ്ധത്തിൻ്റെ 2-ാം നാൾ ഇങ്ങനെയായിരുന്നു. ഞാൻ ഭീമൻ്റെ യുദ്ധത്തിൻ്റെ 2-ാം ദിവസത്തെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇത്ര മാത്രം പറയാം. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഭീമൻ്റെത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭീമൻ്റെ കുറേ പ്രകടനങ്ങളുണ്ട്. ഇത് ഭീമൻ്റെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇന്ന് നടന്ന കലിംഗദേശത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. ഭീമൻ്റെ മാത്രമല്ല, അർജുനൻ്റെ, അശ്വത്ഥാമാവിൻ്റെ, ഭീഷ്മരുടെ, ദ്രോണരുടെ, യുധിഷ്ഠിരൻ്റെ, കർണൻ്റെ, അങ്ങനെ ഒരുപാട് യോദ്ധാക്കളുടെ ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുരുക്ഷേത്രം എന്ന സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ അടുത്തത് മിക്കവാറും ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുരുക്ഷേത്രത്തിൻ്റെ എപ്പിസോഡ് ഇടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ